അണികളെ തൃപ്തിപ്പെടുത്താനുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. അത് അപ്പോൾ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടും. ആ വാക്ക് എപ്പോൾ ഉന്നയിക്കുന്നു തുടർന്ന് അപ്പോൾ തന്നെ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. അതിനുള്ള മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അപ്പം വില കുറഞ്ഞ ആരോപണം ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പാടില്ല. അതിനെതിരെ വില കുറഞ്ഞ ഒരു മറുപടി സതീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്ക് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ വിദ്വേഷ പരാമർശങ്ങൾ നമ്മൾ കാണാം. ദിനേന എന്നോളം അദ്ദേഹം എന്തൊക്കെ പരാമർശങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ രംഗം വല്ലാതെ കലുഷിതമാക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അത് സതീശനാണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും എല്ലാവരും ചെയ്യണം. അപ്പം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നീട് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണങ്ങളുണ്ടല്ലോ. അപ്പോൾ നിയമസഭയിലേക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യബോധത്തോടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ നേരത്തെ നമുക്കറിയാം, സതീശനെതിരെ 150 കോടിയുടെ അഴിമതിയാണ് പി വി അൻവർ ഉന്നയിച്ചത്. നിയമസഭയാണ്, റെക്കോർഡിക്കലാണ്, അത് അവിടെ രേഖകളിലുണ്ടാകും. ആ ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. ആസക്തിയില്ല. അപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയായിട്ടൊന്നും നിയമസഭ മാറാൻ പാടില്ല. പൊതുവേദികൾ ഇതുപോലെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കുന്ന വാക്കുകളാൽ നിറയാനും പാടില്ല.